പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വരുമ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്ന ഷിബിൻ വധക്കേസിൽ ലീഗ് പ്രവർത്തകർ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി. ഹൈക്കോടതിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവിട്ടത്. 1 മുതൽ 6 വരെ പ്രതികളും 15, 16 പ്രതികളും കുറ്റക്കാരെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. സർക്കാരിന്റെ ഹർജി ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണ് തീരുമാനം. കേസിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് പ്രതികൾ. നേരത്തെ ഈ 17 പ്രതികളെയും കോടതി വെറുതെ വിട്ടിരുന്നു. ഇത് ചോദ്യം ചെയ്തുകൊണ്ട് സമർപ്പിച്ച അപ്പീലിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ വിധി ഉണ്ടാവുന്നത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, എന്താണ് വിശദാംശങ്ങൾ? സജിത്ത്, തൂണേരി കേസിൽ, അത് ഷിബിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. എരഞ്ഞിപ്പാലം കോടതി, അഡീഷണൽ സെഷൻസ് കോടതി നേരത്തെ ഈ പ്രതികളെയെല്ലാം വെറുതെ വിട്ടിരുന്ന വിധിയുണ്ടായിരുന്നു. ആ വിധിയെ ചോദ്യം ചെയ്ത് സർക്കാർ നൽകിയ അപ്പീലിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ വിധി ഉണ്ടായിരിക്കുന്നത്. 1 മുതൽ 6 വരെ പ്രതികളും 15, 16 പ്രതികളും കുറ്റക്കാരാണെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേസിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് ഈ പ്രതികൾ എല്ലാവരും. പ്രതികളായ 17 പേരെയാണ് നേരത്തെ കോടതി വെറുതെ വിട്ടുന്നത്. എരഞ്ഞിപ്പാലം അഡീഷണൽ സെഷൻസ് കോടതി നേരത്തെ വെറുതെ വിട്ടുന്ന കേസിൽ 17 പ്രതികളെ ആയിരുന്നു. ഇത് ചോദ്യം ചെയ്ത് സർക്കാർ നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതിയുടെ വിധി. പ്രതികൾ 15-ന് നേരിട്ട് പ്രതികൾ ഹാജരാകണമെന്ന് പോലീസിനോട് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അന്നാണ് ശിക്ഷ, ഈ 15-ാം തീയതിയാണ് ഈ കേസിന്റെ ശിക്ഷ വിധിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ കൊലപാതകം അത് രാഷ്ട്രീയപരമായി തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. എന്തായാലും ഈ ഇത് സംബന്ധിച്ച് രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ പ്രതികരണം വന്നിട്ടുണ്ട്. അല്പസമയം മുമ്പ് ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണൻ അടക്കം ഇക്കാര്യത്തിൽ ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഷിബിൻ വധക്കേസിൽ പ്രധാന പ്രതികളെല്ലാം മുസ്ലിം ലീഗ് പ്രവർത്തകരാണ്. ഇവരെ നേരത്തെ വെറുതെ വിട്ട എരഞ്ഞിപ്പാലം കോടതി വിധി ചോദ്യം ചെയ്തുകൊണ്ടാണ് അപ്പീൽ ഹൈക്കോടതിയിലെത്തിയത്. ആ വിധി അപ്പീൽ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതികൾ കുറ്റക്കാര് എന്ന് വിധിച്ചിരിക്കുന്നത്. ഈ ദിവസം 15-ന് കേസ് വീണ്ടും കോടതി പരിഗണിക്കണം. അന്ന് പ്രതികളെ എല്ലാം കോടതിയിൽ ഹാജരാക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്നായിരിക്കും ശിക്ഷാവിധി പ്രഖ്യാപിക്കുക. ഇതിനിടയിൽ മറ്റ് ചില പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി വരുന്നുണ്ട്. വേഗത്തിൽ അത് നോക്കുമ്പോൾ ഇന്ന് നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കാൻ തീരുമാനമുണ്ടായിരിക്കുന്നുണ്ട്. നിയമസഭാ സമ്മേളനം ഈ മാസം 15-ന് അവസാനിക്കും. അല്പസമയം മുമ്പാണ് ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടായത്.